എല്ലാവർക്കും പേടിയാണ്. നമുക്ക് നമ്മൾ വന്നിരിക്കുന്നിടത്ത് മമ്മൂക്ക വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഉടനെ നമുക്ക് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാൻ എവിടെ പോകണം അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആ പേടിയോടുകൂടി അവിടെ ഇരുന്നിട്ട് ഞാൻ പിടിച്ച് തിന്നതൊന്നുമില്ല, നിങ്ങളെ കൂടെ ഇരിക്കാൻ വേണ്ടിയില്ലേ ഞാൻ വന്നിരിക്കണത് നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈവായിട്ട് നമ്മളോടൊപ്പം കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഞാനും വിനീതും കൂടെ. നമുക്ക് രണ്ടുപേർക്കും പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. മമ്മൂക്കയുടെ അടുത്ത് എല്ലാവർക്കും ഇപ്പോഴും പേടി തന്നെയാണ്. പക്ഷേ കളിയായിട്ട് പറയാറുണ്ട്, എപ്പോഴും കാണുമ്പോഴൊക്കെ അമ്മയുടെ ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്, മമ്മൂക്കയുടെ കൂടെ എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പത്തേമാരി, അഴകിയ രാവണൻ, സിദ്ധാർത്ഥ, അങ്ങനെ കുറേ സിനിമകൾ. അപ്പം ഞാൻ മമ്മൂക്കയുടെ അടുത്ത് കളിയായിട്ട് പറയുന്നുണ്ട്, ഹിറ്റ് വേണോ എന്നെയും കൂടെ തമാശക്ക് ഇങ്ങനെ പറയായിരുന്നു. ആ ലെവല് വരെ മമ്മൂക്ക നമ്മളെ കംഫർട്ട് സോണിലാക്കി എന്നുള്ളതാണ്. അതേപോലെ തന്നെ അഴകിയ രാവണൻ്റെ സമയത്ത് ഇങ്ങനെ ഒരുപാട് നിരവധി ആളുകൾ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നു. എസ്പെഷ്യലി മമ്മൂക്കയാണ്, ബിജു മേനനുണ്ട്, പിന്നെ ഇന്നസെൻ്റ് എല്ലാവരും ഉണ്ട്. അപ്പം ക്രൗഡ് ഒരുപാട് നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രൗഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ആളുകളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരാനും അവർ നമ്മളോടിങ്ങനെ സംസാരിക്കാനും ഒക്കെ നോക്കുന്നു, നമ്മളെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ദൂരത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് അവരെയൊക്കെ മാറ്റി നമ്മളെ സേഫ് സോണിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അത്രയും. അതുപോലെ അവിടെ ബർത്ത്ഡേക്ക് എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് മമ്മൂക്ക. ചെറിയ പ്രായമല്ലേ അന്നൊക്കെ. നിന്റെ ബർത്ത്ഡേ ആണല്ലേ, അപ്പോൾ എൻ്റെ വകയൊന്നും ഇപ്പോൾ ഇല്ല, ഒന്ന് ചോക്ലേറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് അരുണാചലത്തിൽ രജനി സാറിൻ്റെ കൂടെ സിസ്റ്ററായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇതേപോലെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ അല്ല, അത് ന്യൂ ഇയർ ഇതായിരുന്നു. അപ്പോൾ പുള്ളി വീട്ടിൽ നിന്ന് വരുമ്പം കൈ നിറച്ചും ചോക്ലേറ്റ് കൊണ്ടു തന്ന കുറേ കാലം ഞാൻ ആ ചോക്ലേറ്റിൻ്റെ കവേഴ്സൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പെർട്ടിക്കുലർ സീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ചിരിക്കുന്ന സീൻ ഉണ്ടല്ലോ, ചിരിക്കുന്ന ഒരു ഷോട്ടാണല്ലോ വരുന്നത്. ആ പെർട്ടിക്കുലർ സീൻ എടുത്ത സമയത്തെ കാര്യം ഒന്ന് പറയുമോ? അത് ഡയറക്ടർ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒരു ചിരിച്ചാൽ മതി അങ്ങനെ? അതിങ്ങനെ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ ലാൽ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ലാൽ ജോസ് അസോസിയേറ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്കാരനാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതൊക്കെ. അപ്പം കമൽ സാറ് അവിടെ ക്യാമറേൻ്റെ സൈഡിലിരുന്നിട്ട് പറയും, ഇങ്ങനെ ചെയ്യണം, ഇന്നതാണ് നടക്കുന്നത്, അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാനൊരു ടി വിയിൽ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു കമ്പയറിങ്ങിന് വേണ്ടിയിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടെലികാസ്റ്റ് ആവുന്ന ദിവസമായിരുന്നു. അപ്പോൾ അത് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വിനീതിൻ്റെ ബ്രദറിനെയൊക്കെ കൂടിയിട്ട് എൻ്റെ അമ്മ നിങ്ങൾ പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പം ഈ ഒരു സീക്വൻസിൽ കുറച്ച് ആളുകൾ വേണമല്ലോ. അപ്പോൾ വിനീതിൻ്റെ ബ്രദറിനെയൊക്കെ അത് കാണാൻ വേണ്ടി വിട്ടപ്പോൾ ആളില്ലാണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയെ കയറി പിടിച്ച് അവിടെ നിർത്തിച്ചു. എൻ്റെ തൊട്ട് ബാക്കിൽ എൻ്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു അതിനകത്ത്. ഒക്കെ എല്ലാവരും കൂടി ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നൊക്കെ പെട്ടെന്ന് ജൂനിയർ ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അപ്പോൾ ആ സീക്വൻസിൽ അവർ പോയതുകൊണ്ടല്ലേ ആൾ കുറഞ്ഞത്, അതുകൊണ്ട് ചേച്ചി നിൽക്കുക. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര കുറച്ചൊരു റിസർവ്ഡ് ടൈപ്പായിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം അമ്മയെ പിടിച്ച് നിർത്തിച്ചു. ആ സീൻ കാണുമ്പോൾ ഇപ്പോഴും എനിക്കത് ഓർക്കും. ചേച്ചി ആങ്കറിങ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, ചേച്ചി ആങ്കർ ചെയ്യും, ആക്ട് ചെയ്യും, പടം വരയ്ക്കും അല്ലേ? പടം വരയ്ക്കില്ല, ഇല്ല, കുക്ക് ചെയ്യും. പടം വരയ്ക്കുന്ന ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ വരയ്ക്കൂലേ? അപ്പൊ വരയ്ക്കൊന്നുമില്ല, ഞാൻ ചുമ്മാ അതിന്റെ മുകളിൽ കൂടെ വരച്ചെന്നേ ഉള്ളൂ. എല്ലാരും തെറ്റിദ്ധരിച്ചു. പക്ഷെ ചേച്ചി വരയ്ക്കും, ഞാനും വിചാരിച്ചു ചേച്ചി വരച്ചതാണല്ല. അല്ലല്ല, ഓക്കെ. പറഞ്ഞോ, കുക്ക് ചെയ്യും? അതൊക്കെ ചെയ്യും. നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് വണ്ടിയാ? എല്ലാ വണ്ടികളും. അല്ല, ചേച്ചിക്ക് ഏത് വണ്ടിയാ? എനിക്ക് എന്റേത് എർട്ടിഗ ഉണ്ട്, പിന്നെ ടാറ്റ നെക്സൺ ഉണ്ട്, സാൻട്രോ ഉണ്ട്. ഓക്കെ. ചേച്ചി അതുപോലെ ചേച്ചി ദോസ്തിൽ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പോ ഈ കുറച്ചു കാലം മുമ്പ് ഞാനൊരു ട്രോള് കണ്ടതാണ്. അതായത് ആ ചേച്ചി നിങ്ങൾ എല്ലാരും കൂടെ അടിച്ചു പൊളിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു പാർക്കിൽ വീഗാലാൻഡിൽ പോയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീൻ ചേച്ചി ഒളിച്ചോടി പോകുന്നതാണല്ലോ. അപ്പൊ ട്രോള് വന്നിരിക്കുന്നത്, ഒളിച്ചോടി പോകുന്നതിനും ഇത്രയും സന്തോഷത്തോടെ ഓടിച്ചാടി പോകുന്ന നായിക ആദ്യമായിട്ട് കാണുക. നന്നായി ആസ്വദിച്ചു. പിന്നെ വേറെ ഇപ്പോ മോണിക്ക എന്നൊരു പാട്ടില്ലേ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ
എത്ര ഞാൻ ഇനിയും പറയാം, ഒരുപാട് വർഷക്കാലം കഴിഞ്ഞാലും ഏത് പാട്ട് വൈറലാവുന്നോ ആ പാട്ടിൻ്റെ കൂടെ ഇന്ദ്രൻ ചേട്ടൻ്റെയും എൻ്റെയും പാട്ട് ചേർക്കും. മറ്റേ റാസ്പുട്ടിൻ്റെ പാട്ട് വന്ന് ഹിറ്റായ സമയത്തും പാർവതി പരിണയത്തിൽ ഞാനും ഇന്ദ്രൻ ചേട്ടനും, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എത്രയോ ആളുകൾ എനിക്ക് അറിയില്ല അയച്ചു തന്നിട്ടുണ്ടെന്നറിയോ. പിന്നെ മോണിക്ക എന്നുള്ള പാട്ട് ഇത് എത്രയോ കാലം മുമ്പ് ഇന്ദ്രൻ ചേട്ടൻ നന്നായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെയും ഇന്ദ്രൻ ചേട്ടൻ്റെയും കൂടെ ഇപ്പം എന്നിട്ട് ഞാൻ കഴിഞ്ഞ അമ്മയുടെ മീറ്റിങ്ങിന് ഇലക്ഷന് വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇന്ദ്രൻ ചേട്ടൻ എന്നോട് ചോദിക്കുക, ഡാ നമ്മള് പാട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഏതാ ഇന്ദ്രൻ ചേട്ടാ? മോണിക്ക. അപ്പൊ എന്താ പറയാ, ആ പാട്ട് എല്ലാ കാലത്തിലും മാച്ചിങ് ആണ്. ആ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ ഏത് കാലത്തുള്ള സ്റ്റെപ്പ് അതൊക്കെ കറക്റ്റ് ബീറ്റിനനുസരിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അത് ചെയ്യുന്ന അന്നത്തെ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ട് പോലും റാസ്പുട്ടിന് വേണ്ടിയിട്ടും വൈറലായി. ഏത് വൈറൽ പാട്ട് എടുത്ത് നോക്കിയാലും അതിന് കറക്റ്റാണ് ആ മ്യൂസിക്. പക്ഷെ പലർക്കും അറിയുമെന്നറിയില്ല ഞാനാണ് ഇന്ദ്രൻ സാറിന്റെ കൂടെ ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് അറിയില്ല അത് കറക്റ്റായിട്ട്. കാരണം കമന്റ്സിലൊക്കെ മനസ്സിലാവുന്നില്ല ഇത് ഞാനാണ് എന്നുള്ളത്. ചേച്ചി ഇങ്ങനെ ട്രോൾസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്? പിന്നെ എല്ലാം എൻജോയ് ചെയ്യും. ഞാനീ പറഞ്ഞ ദോസ്തിലെ സാധനമേ അത് കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ശരിയാണല്ലോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അല്ലേ. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ചേച്ചിക്ക് ഇഷ്ടമുള്ള സീരിയലിൽ ചെയ്ത ഈ ഒരു ക്യാരക്ടർ ഏതാണ് പിക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ബട്ട് സ്റ്റിൽ എന്നാലും നമുക്ക് ക്ലോസ് ടു ഹാർട്ടായിട്ട് നമുക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടിയേ, നമുക്ക് തന്നെ ആസ് ആൻ ആക്ടർ ഒരു ആൾക്കാർ തിരിച്ചറിഞ്ഞ അങ്ങനെ ഒരു ക്യാരക്ടർ ഏതായിരുന്നു? ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്നെ അഡ്വൈസ് ചെയ്തു. അന്ന് മനോരമയുടെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അന്ന് മനോരമ വിഷൻ അല്ല, മനോരമ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സുകുമാരി അമ്മ എല്ലാവരും ഉണ്ട്, ജഗന്നാഥ വർമ്മ അവരൊക്കെ ഉണ്ട്, വിജുവേട്ടനാണ് അതിനകത്ത് ഇത് ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ വിജയകുമാറിൻ്റെ വൈഫായിട്ട് ചക്കരയും വാവയും എന്ന് പറഞ്ഞിട്ട് ഇന്നും ആളുകൾ എത്രയോ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കട പൂട്ടി ആ സീരിയൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന്. ആ ഒരു സീരിയലിനെ പറ്റിയിട്ട് ശരിയാണ്. ആ സീരിയൽ ഒരു നല്ലൊരു ഹിറ്റായിരുന്നു. ഇപ്പോഴും ആൾക്കാർക്ക് എന്നെ ചക്കര എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ചക്കരയും മാവേലി ചക്കരയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. സിനിമ എത്രയും ചെയ്തെങ്കിലും ഒരു 10-50ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സീരിയലുകൾ ലൂടെയാണ് കൂടുതലാൾക്കും ആ ഒരൊറ്റ സിനിമ ഞാൻ പറഞ്ഞില്ലേ, പൂവേ ഉനക്ക്, തമിഴ്നാട്ടിൽ പൂവേ ഉനക്കാക എന്ന് പറയുന്ന ഒരു സിനിമ കാരണമാണ് ഞാൻ അത്രയും ആളുകൾക്ക് ഇഷ്ടം ആയിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ നിറമാല എന്ന് പറയുന്ന സീരിയലും പിന്നെ അതിനോടനുബന്ധിച്ച് വന്ന കണക്റ്റഡ് ആയിട്ടുള്ള 1-2 വേറെയുണ്ട്. സുമിത്ര, ചന്ദ്രോദയത്തിലെ സുമിത്ര, അത് ഇന്നും ഇപ്പം MR പറഞ്ഞു എത്ര കാലം കണ്ടു കഴിഞ്ഞാലും അതൊന്നും മറക്കാത്ത നല്ല സത്തുള്ള സീരിയലുകളാണ്. ഇപ്പോഴത്തെ പോലത്തെ കുശുമ്പ് കുന്നായ്മ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല സ്റ്റോറീസൊക്കെ അന്നൊക്കെ. ചേച്ചി എന്നിട്ട് പൊതുവെ നമ്മളിങ്ങനെ ഈ സീരിയൽ ആക്ടേഴ്സിന് സിനിമയിലേക്ക് അവർ പ്ലേസ്ഡ് ആവുക കുറച്ച് പാടാന്ന് പറയും, സിനിമയിലേക്ക് വരാൻ. അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് വന്നിട്ട് പിന്നെ അവർ സീരിയലിലോട്ട് ട്രൈ ചെയ്യത്തില്ല. പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ ചേച്ചി ഇത് രണ്ടിലും വളരെ ആക്റ്റീവായിട്ട് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ ചേച്ചി ആ പ്രായത്തിൽ അത് കൊണ്ടുപോയത്? അത് മേ ബി ബിക്കോസ് ഓഫ് ഇമ്മെച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അറിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല എൻ്റെ പ്രൊഫഷൻ അതായിരിക്കും എന്നുള്ളത്. നമുക്കൊരു ക്ലിയർ ഗൈഡൻസ് ഉണ്ടായിരുന്നില്ലല്ലോ.